അപ്പോൾ പരിപ്പിലോട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ഇട്ടിട്ട് പിന്നെ വെജിറ്റബിൾ എൻ്റെ കയ്യിൽ ഉള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച്. ഇനി തേങ്ങ വറുക്കാം. വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ കടലപ്പരിപ്പ്, അതേപോലെ ഉഴുന്ന്, ഉലുവ, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി 2 തേങ്ങ എടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വറുത്തെടുത്ത ശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ സാമ്പാർ പൊടി, അതേപോലെ നമ്മുടെ കായപ്പൊടി ഏകദേശം 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ വെജിറ്റബിൾ വേവിച്ച ശേഷം പരിപ്പ് വെന്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും ചേർത്ത് കൊടുക്കണം. നമ്മൾ കിഴങ്ങാണ് കേട്ടോ നോക്കേണ്ടത് വെജിറ്റബിൾ വെന്തോ എന്നുള്ളത്. അതിനുശേഷം തേങ്ങ അരച്ച് നമ്മുടെ അരപ്പും ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, മറക്കരുത്. ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെന്താണ് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഞങ്ങൾ ധാരാളം ചേർത്ത് കൊടുക്കുക. താളിപ്പായിട്ട് കടുക്, നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, മല്ലി